ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല കരിവാളിപ്പൊക്കെ പോയി നല്ല സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നിൽക്കുന്ന ശംഖുപുഷ്പം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ശംഖുപുഷ്പം വെച്ചിട്ട് കുറേ ടൈപ്പ് ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചീത്തയാവാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കണം. കാരണം നമുക്ക് ഈ ഒരു ജെല്ല് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് സോപ്പ്, ഷാമ്പു ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം പൂവിൻ്റെ സീസൺ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ജെൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ജെല്ലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സോപ്പ് ഉണ്ടാക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടത് ഇതുപോലത്തെ ഫ്രഷ് ഫ്ലവറാണ്. അപ്പോൾ ഫ്രഷ് ഫ്ലവർ എല്ലാവരും വീട്ടിൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാത്തവർ നമുക്ക് ഓൺലൈനിൽ ഇതിന് ഡ്രൈ ഫ്ലവർ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രഷ് ഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫ്രഷ് ഫ്ലവർ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഡ്രൈ ഫ്ലവർ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഡ്രൈ ഫ്ലവർ ആയാലും ഫ്രഷ് ഫ്ലവർ ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. ചെറിയ ചെറിയ പ്രാണികളൊക്കെ പൂക്കളുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ ഇതുപോലത്തെ കോസ്മെറ്റിക് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീമും ജെല്ലൊക്കെ പോലെ ഇരിക്കണമെന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജെല്ലായാലും സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തും ഷാമ്പു ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡിയം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കാമുള്ളൂ. അപ്പോൾ ഡിസ്റ്റിൽ വാട്ടർ ഇത് നമുക്ക് കെമിക്കൽ ഷോപ്പിൽ അതുപോലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓൺലൈനിലും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഡിയം വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ എന്തോരം ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ജ്യൂസ് അതായത് ജെൽ എത്ര വേണം, എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കുറേ ടൈപ്പ് ജെല്ല് ക്രീംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു 30-35 ഗ്രാം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് കുറച്ചുകൂടി തിക്കാണ്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിയം വാട്ടർ ഒഴിച്ച് കൊടുത്ത് കുറച്ച് പൂക്കൾ കൂടി ഇട്ടാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ ഫ്രഷ് ഫ്ലവർ ഇടുമ്പോൾ കുറച്ചുകൂടി കളർ കൂടുതൽ കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നല്ല ഗുണമായിരിക്കും പൂവിന് ഫ്രഷ് ഫ്ലവർ ഇടുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത്ര എടുക്കാം. അപ്പോൾ ഇതൊരു 30 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ജെല്ലിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്തേക്ക് 1-2 സാധനങ്ങൾ ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് സാന്തകമാണ്. നല്ല ജെൽ പരുവത്തിന് നമ്മുടെ ഒരു ജെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് സാന്തകമാണ് ചേർക്കുന്നത്. സാന്തകമിൽ ചേർക്കുന്ന സമയത്ത് 2 ടൈപ്പ് സാന്തകമുണ്ട്. റെഗുലറും സോഫ്റ്റും, അതായത് കോസ്മെറ്റിക് ടൈപ്പും ഉണ്ട്, ഫുഡ് റിലേറ്റഡ് ഉണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് കോസ്മെറ്റിക്കിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സാന്തകമാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വെജ് ഗ്ലിസറിൻ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് സാധാ വെള്ളം വെച്ചൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ച് മിക്സ് ചെയ്താൽ മാത്രമാണ് കട്ട കുത്താതെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെജ് ഗ്ലിസറിൻ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജ്യൂസിലോട്ട് കുറച്ചുകൂടി ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡിയം വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സാന്തകമ്മിൻ്റെ മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ച് മിക്സ് ചെയ്യണത് അത് കട്ടയായി പോകും. അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കട്ടയായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ലൂസായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ കുറച്ച് ഡിയം വാട്ടറും കൂടി നമ്മൾ ഒരു 30 ഗ്രാമോ അല്ലെങ്കിൽ 25 ഗ്രാമോ ഡിയം വാട്ടറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ലൂസായിട്ട് തന്നെ നമ്മുടെ ഈ ജെല്ല് മിക്സ് ചെയ്തെടുക്കണം. കൈവിടാതെ തന്നെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മിക്സ് ചെയ്ത് എടുക്കുന്നതിലാണ് നമ്മുടെ ആ ജെല്ല് തിക്കായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെല്ല് തിക്കായിട്ട് വരും. ഇളക്കിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. അളവ് കൂട്ടി കൊടുക്കണമെങ്കിൽ കുറച്ച് ഡിയം വാട്ടറോ അതിന് നമുക്ക് ഇതിൻ്റെ ജ്യൂസൊക്കെ കൂടുതൽ കൊടുത്താൽ അളവ് കൂട്ടിയെടുക്കാം. അതിൽ കളർ കുറയുമെന്നേ ഉള്ളൂ. കുറച്ചും കൂടി നമുക്ക് ഡിയം വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതലാവും. ആണോ, ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ജെല്ല് കിട്ടിക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പൂവിന് നല്ല കളറല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്ത ശംഖുപുഷ്പമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ കളർ മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ജെല്ല് തന്നെ നല്ല ബ്ലൂ കളറിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ്, പിന്നെ അതുപോലെ കൈ മഞ്ഞുകാലമൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല ഒരു കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ല. അപ്പോൾ
അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ക്രീം തേക്കണം നല്ലതാണ്. അപ്പോൾ ഈ ക്രീമിൻ്റെ കൂടെ നമുക്ക് ഈ വൈറ്റമിൻ ഇ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഡ്രൈനെസ് ഒക്കെ മാറാനും നല്ലൊരു സ്കിൻ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാനും വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഒരു 1-2 കഴിക്കുക. അതുപോലെ തന്നെ ഇതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് എന്ത് സ്മെല്ലാണോ വേണ്ടത് അത് കൊടുക്കാം. ഞാനിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ 2-3 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കളറിൻ്റെ ആവശ്യമില്ല, നല്ല ബ്ലൂ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. അതപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാനത് ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു കെമിക്കൽ, ഒരു പ്രിസർവേറ്റീവ് ചെറുതായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീംസും ജെല്ലൊക്കെ ചീത്തയാവാതിരിക്കാൻ വെക്കുന്ന ഫെനോക്സി എത്തലോൾ എന്നുള്ള ഒരു സംഭവമാണ്. അത് ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രീം ജെല്ലൊന്നും ചീത്തയാവത്തില്ല, നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളറുകൾ അല്ലെങ്കിൽ ജെല്ലിൻ്റെ തിക്നെസ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫിനോക്സി എത്തനോൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ കൂട്ടണം. ഇത് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കളറോ സ്മെല്ലോ വേറെ ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് മാത്രമാണ് നമ്മൾ ഫെനോക്സി എത്തനോൾ കൊടുക്കാമുള്ളൂ. അപ്പോൾ ജെല്ലൊക്കെ തിക്കായി നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് നമ്മളിത് സെറ്റാക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്കിന്നിലോട്ട്, അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിൽ തേക്കാം. കുളി കഴിഞ്ഞതിന് ശേഷം ഹെയറിലും സ്കിന്നിലും എല്ലാം അവിടെ നമുക്ക് തേക്കാൻ പറ്റും. നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്നതല്ലേ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ. അപ്പോൾ എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മൾ കടയിൽ നിന്നും വെറുതെ പൈസ കൊടുത്ത് മേടിക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ സാന്തങ്കമ്മ മേടിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് റെഗുലറും സോഫ്റ്റും ഉണ്ട്, അത് സോഫ്റ്റ് തന്നെ മേടിക്കാൻ നോക്കുക. പിന്നെ കോസ്മെറ്റിക് സാന്തങ്കമ്മ ചോദിച്ച് വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫിനോക്സി എക്തലോൾ എന്നുള്ള സാധനവും നമുക്ക് കെമിക്കൽ ഷോപ്പിൽ കിട്ടും. പിന്നെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലൂ കളറാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ബ്ലൂ കളറൊന്നും നിൽക്കില്ല കേട്ടോ. അതങ്ങൾ പെട്ടെന്ന് അബ്സോർവ് ആവും. സ്കിന്നിൽ നല്ല സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ കണ്ണിന് ചുറ്റും കരിവാളിപ്പും കഴുത്തിന് ചുറ്റും കരിവാളിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ തേച്ചാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ മുടിയിൽ തേക്കാനും നല്ലതാണ് കേട്ടോ. ഞാൻ ഹെയറിലും തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ശംഖുപുഷ്പമൊക്കെ വീട്ടിലുള്ളതെങ്കിൽ ഇതുപോലെ, കാരണം പൂക്കളുടെ സീസൺ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ പൂക്കളുള്ള സമയത്ത് നിങ്ങളിതുപോലെ ഡ്രൈ ആക്കി വെക്കാൻ പറ്റുന്നവർ ഡ്രൈ ആക്കി വെക്കുക ഫ്ലവർ, അല്ലാത്തവർ ഇതുപോലെ ജെല്ലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജെല്ലിട്ട് കൊടുത്താൽ മതി. ഷാമ്പു ഉണ്ടാക്കുന്ന സമയത്തും ഈ ജെല്ല് എടുത്താൽ മതി. അപ്പോൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ശംഖുപുഷ്പം ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ സാന്തങ്കമിൻ്റെ അളവ് പറയാൻ മറന്നുപോയിരുന്നു. സാന്തങ്കമിൻ്റെ അളവ് 2 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 2 ഗ്രാം മതി സാന്തങ്കമ്മ്. കാരണം കൂടുതൽ ജെല്ല് തിക്കാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കട്ടി കാണുന്നതിന് കുറച്ചും കൂടി സാന്തങ്കം ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ സാന്തങ്കമ്മും വെജിറ്റബിൾ ഗ്ലിസറിനും ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. കെമിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്കൊരു 50 ഗ്രാമാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ ഈ ഒരു ജെല്ല് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ DM വാട്ടറും അതുപോലെ ആ ഒരു അളവ് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ജ്യൂസും ശ്രദ്ധിക്കുക. അത് രണ്ടും കൂടുതൽ കൊടുത്താൽ നമുക്ക് ജെല്ല് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ജെല്ല് കറക്റ്റ് പരുവത്തിന് ഇതുപോലെ കിട്ടുകയും ചെയ്യും. ജെല്ലിൻ്റെ തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സാന്തങ്കമ്മ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.